ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തരിപ്പണമാക്കാൻ ട്രംപിന്റെ പുതിയ ഉപരോധ യുദ്ധം ഉടനുണ്ടാകും. എന്നാൽ ഇനിയും സാമ്പത്തികമായി ഉപദ്രവിക്കാനുള്ള യുഎസിന്റെ നീക്കത്തെ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി മൊഹ്സെൻ റസായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനയും പറഞ്ഞു. സാമ്പത്തിക യുദ്ധപ്രഖ്യാപനം ട്രംപിന്റെ നിരാശയിൽ നിന്നും ഉടലെടുത്തതാണ് എന്നും ഖമനയി വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കുമെതിരായ യുദ്ധപ്രഖ്യാപനമെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. എല്ലാ UN അംഗരാജ്യങ്ങളുടെ മേലെയും അതിർത്തി കടന്നുള്ള പരമാധികാരം പ്രയോഗിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമാണ് ഇതെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, സൈനിക നീക്കങ്ങൾ ഏൽക്കുന്നില്ല എന്ന് വന്നപ്പോൾ സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ തകർക്കാനാണ് ഇപ്പോൾ US ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ അഭീഷ്ടത്തിന് പ്രവർത്തിക്കാത്ത എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ സാമ്പത്തിക ഉപരോധമോ താരിഫോ ഏർപ്പെടുത്തുന്നത് ട്രംപ് ഭരണകൂടത്തിൻ്റെ സവിശേഷതയാണ്. ഇന്ത്യയോടാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാനഡയോടുകൂടിയാണെങ്കിൽ കൂടി അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇറാനെതിരെയുള്ളത് വെറുതെ ഉള്ള ഒരു പ്രഖ്യാപനം മാത്രമല്ല. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ പങ്കുചേരാൻ മറ്റു രാഷ്ട്രങ്ങളെ കൂടി ക്ഷണിക്കുകയായിരുന്നു ട്രംപ്. എന്നാൽ ഇതിന് തൊട്ടുപിന്നാലെ അമേരിക്കയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത് ചൈനയായിരുന്നു. ഉപരോധങ്ങളും സമ്മർദ്ദവും പ്രശ്നപരിഹാരത്തിന് സഹായിക്കില്ല എന്നാണ് ചൈന കൈക്കൊണ്ടിരിക്കുന്ന നിലപാട്. ചൈനയാണല്ലോ ശരിക്കും ഇറാന്റെ 80% ക്രൂഡ് ഓയിലും വാങ്ങുന്നത്. ചൈനീസ് റിഫൈനറികൾക്കും ബാങ്കുകൾക്കും ഇനി ഉപരോധം പ്രഖ്യാപിക്കുമോ ട്രംപ്? എന്താണ് ഇനി ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന നടപടികൾ? ഒപ്പം ചൈനയെപ്പോലെ മറ്റു രാജ്യങ്ങൾ ട്രംപിൻ്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വരുമോ വരും ദിവസങ്ങളിൽ? വളരെ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക യുദ്ധം അൺട്രാവൽ ചെയ്യുമ്പോൾ കാണാനാവുന്നത്. കൃത്യമായി പറഞ്ഞാൽ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സാമ്പത്തിക ഉപരോധത്തിൻ്റെ തലങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കും. അതായത് തിങ്കളാഴ്ച ദിവസം, നാളെ അത് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഭൗതികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള യുദ്ധം പഴങ്കഥയായി എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഇത് അമേരിക്കയുടെ പക്ഷത്ത് നിന്ന്. പക്ഷേ ഇറാൻ പറയുന്നത് സാമ്പത്തികമായി തങ്ങളെ യുദ്ധപ്രഖ്യാപനത്തിലൂടെ ഞെരുക്കാൻ അല്ലെങ്കിൽ മെരുക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യുദ്ധം വ്യാപിക്കും എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. നോക്കൂ, ഇതെന്താണ് ഈ സാമ്പത്തിക യുദ്ധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറാനിലേക്ക് ഒരു കപ്പലുകളും പോവില്ല. അതിപ്പോൾ തന്നെ പോകുന്നില്ല. ഇപ്പോൾ തന്നെ നാവിക ഉപരോധമാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സാമ്പത്തിക ഉപരോധം കപ്പലുകളെ കൂടുതലായി ബാധിക്കുന്നില്ല. നിലവിലുള്ള ഉപരോധം തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇറാൻ്റെ ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടർ, മണി മാർക്കറ്റ് സെഗ്മെൻറ്റ്, എക്സ്ചേഞ്ച് പ്രോഗ്രാം, മറ്റ് കറൻസീസുമായി ഇറാനിയൻ റിയാലിൻ്റെ എക്സ്ചേഞ്ച് മുതലായവ പൂർണ്ണമായി സ്തംഭിക്കും. അതാണ് പുതിയതായി വരുന്നത്. അപ്പോൾ ഈ നാവിക ഉപരോധം കടന്ന് ബാങ്കിങ് രംഗത്തേക്ക് ഉപരോധം വ്യാപിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം ഇറാൻ എണ്ണ വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എണ്ണയുടെ പണം ഒരു രീതിയിലും സ്വിഫ്റ്റ് എന്ന മെത്തേഡിലോ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിലോ എത്തില്ല. ഇതാണ് രണ്ടാമത്തെ ഡയമെൻഷൻ. മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇറാൻ്റെ യാതൊരു രീതിയിൽ ഇറാൻ മറ്റ് രാജ്യങ്ങളുമായി സാമ്പത്തികമോ അല്ലാത്തതോ ആയ ഒരു ബന്ധവും, സാമ്പത്തിക ഉപരോധമാണെന്ന് പറയുമ്പോഴും മറ്റൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസും അനുവദിക്കില്ല. അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇറാൻ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മറ്റേതെങ്കിലും രാജ്യം റെസിപ്രോക്കേറ്റ് ചെയ്യാൻ, കൈ കൊടുക്കാൻ, ഹസ്തദാനം ചെയ്യാൻ ശ്രമിച്ചാൽ ആ രാജ്യങ്ങളെയും കരിമ്പട്ടികയിൽ പെടുത്തി ആ രാജ്യങ്ങളെയും ട്രംപ് ഉപരോധത്തിലാക്കും. ഇത് കേൾക്കാൻ രസമുള്ള കാര്യമാണ്. പക്ഷെ നടക്കുമോ? പറയുന്ന രാജ്യങ്ങൾ റഷ്യ, ചൈന, ഇന്ത്യ മുതലായ വൻപൻ സമ്പദ് വ്യവസ്ഥകൾ. ഈ സമ്പദ് വ്യവസ്ഥകൾക്കെല്ലാം ഇറാനുമായി ബന്ധമുണ്ട്. ഇന്ത്യയുടെ ഈ എക്സ്പോഷർ കുറഞ്ഞു വരുന്നു. പക്ഷേ ചൈനീസ് എക്സ്പോഷർ ടു ഇറാൻ ഈസ് വെരി വെരി ഹൈ. ഇറാൻ്റെ എണ്ണ 80 മുതൽ 90% നിലവിൽ വിൽക്കുന്നത് ചൈനയ്ക്കാണ്. അപ്പോൾ ചൈനീസ് ബാങ്കുകളെ കരിമ്പട്ടികയിൽ പെടുത്തുമോ? അതാണ് എൻ്റെ ന്യായമായ സംശയം. സാധിക്കുമോ?
ലോകത്തെ വൻകിട ബാങ്കുകളിൽ പലതും ചൈനയിലാണ്. ചൈനീസ് കപ്പലുകൾക്ക് എത്ര കാലം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും? ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ഹോർമൂസിൽ അമേരിക്ക ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം മറികടന്നുകൊണ്ട് ചൈനീസ് യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടുകൂടി ചൈനീസ് നാവിക വ്യൂഹം പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയാൽ, അത് ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരുങ്ങിയാൽ അമേരിക്ക എന്ത് ചെയ്യാൻ സാധിക്കും? അവരെ തടയാനൊക്കുമോ? പറഞ്ഞ് തിരിച്ചയക്കാനൊക്കുമോ? ആക്രമിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അല്ല എങ്കിൽ അത് ലോകമഹായുദ്ധം ചൈനയും അമേരിക്കയും തമ്മിൽ പോരാടേണ്ടി വരും. അപ്പോൾ ഇത് സെക്കൻഡറി സാങ്ഷൻസ് ആണ് ട്രംപിൻ്റെ മനസ്സിലിരിക്കുന്നത്. പ്രൈമറി സാങ്ഷൻ എന്ന് പറയുന്നത് ഇറാനെതിരെയുള്ള ഉപരോധമാണ്. ഇറാൻ്റെ എണ്ണ പുറത്തോട്ട് കൊണ്ടുപോകാതിരിക്കുന്ന ഇതാണ് പ്രൈമറി സാങ്ഷൻ. മറ്റേത് ഇറാനുമായി ബന്ധപ്പെടുന്ന കമ്പനികൾ, ഇറാനുമായി വ്യാപാരം നടത്തുന്ന കമ്പനികൾ, ഇറാനുമായി പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ, ബാങ്കുകളാകട്ടെ ധനകാര്യ സ്ഥാപനങ്ങളാകട്ടെ, ഇതൊന്നും തന്നെ പ്രവർത്തിക്കില്ല. അവയ്ക്കെതിരെയും ഉപരോധം പ്രഖ്യാപിക്കും. അവ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം പ്രഖ്യാപിക്കും. ഇതൊക്കെ വളരെ ഭ്രാന്തമായ ആശയമാണ്. ഇതൊന്നും നടപ്പാകാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ ട്രംപ് അത് പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതെന്താണ് സംഭവിക്കാൻ സാധ്യത എന്ന രീതിയിൽ നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതവിടെ വരട്ടെ. അതിന് പകരം ഇറാൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? ഇറാൻ പറയുന്നു, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രിൻസിപ്പിൾ എന്താണ്? സോവറിൻ ഇക്വാലിറ്റി ഓഫ് ഓൾ നേഷൻ സ്റ്റേറ്റ്സ്. വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, ശക്തമായ സമ്പദ് വ്യവസ്ഥകളോ ദുർബലമായ സമ്പദ് വ്യവസ്ഥകളോ ആയിക്കൊള്ളട്ടെ, എല്ലാ രാജ്യങ്ങളും ഒരേപോലെ പരിഗണിക്കപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സമൂഹമാണ്, കൂട്ടായ്മയാണ്, വേദിയാണ്, സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന, UNO. അപ്പം അവിടെ ജനറൽ അസംബ്ലിയിൽ തുല്യ പ്രാതിനിധ്യമാണ്, എല്ലാ രാജ്യങ്ങൾക്കും ഒരേ പ്രാതിനിധ്യമാണ്. സെക്യൂരിറ്റി കൗൺസിൽ വ്യത്യാസമുണ്ട്. ചില അംഗങ്ങൾക്ക് 15 അംഗങ്ങൾക്ക് സ്ഥിര അംഗത്വമുണ്ട്, 5 അംഗങ്ങൾക്ക് വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗത്വമുണ്ട്. അപ്പോൾ ഈ 15 അംഗ സെക്യൂരിറ്റി കൗൺസിലെ മാറ്റി നിർത്തിയാൽ ജനറൽ അസംബ്ലി സോവറിൻ ഇക്വാലിറ്റി. അപ്പോൾ ഈ രാജ്യങ്ങളുടെ പരമാധികാരം യുണൈറ്റഡ് നേഷൻസ് ആണ് അതിനെ ഔപചാരികമായി സിംബോളിക്കായിട്ടെങ്കിലും അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇറാനുമായി ഏതെല്ലാം രാജ്യത്തിന് ഇടപെടാതിരിക്കാം എന്ന് തീരുമാനിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണെങ്കിൽ, ഇറാൻ പറയുന്നു ലോകത്തോടായി അമേരിക്ക നടത്തിയ യുദ്ധ പ്രഖ്യാപനമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു രാജ്യം എങ്ങനെ തീരുമാനമെടുക്കണം, ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെടണോ വേണ്ടായോ എന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ വിഷയമാണ്. ഇന്ത്യ ഏത് രാജ്യവുമായി സംസാരിക്കണം, ഇന്ത്യ ഇവിടെ നിന്നും എണ്ണ വാങ്ങണം, ആര് തീരുമാനിക്കും? ഇന്ത്യൻ ജനത ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത സർക്കാർ തീരുമാനിക്കും. അതിൻ്റെ വിദേശ നയം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. മറ്റൊരു രാജ്യത്തിൻ്റെയും തീട്ടൂരം ഇന്ത്യക്ക് ബാധകം ആകാത്തതുപോലെ മറ്റ് രാജ്യങ്ങൾക്കും ഇത് ബാധകമല്ല. ചൈനയ്ക്ക് ഇത് ബാധകമല്ല, റഷ്യക്ക് ഇത് ബാധകമല്ല. ഇത് അംഗീകരിച്ചു കൊടുത്താൽ അതിനർത്ഥം ചൈനയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് മുന്നിൽ ആടിയറ വെച്ചു എന്നാണ്. ഗൾഫ് രാജ്യങ്ങൾ വഴങ്ങും. എന്തുകൊണ്ടാണ് വഴങ്ങുന്നത്? അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട്, അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട്, അമേരിക്കയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഇറാന് അനുകൂലമായി നിൽക്കാനാവില്ല. അല്ലെങ്കിൽ ഇറാൻ അനുകൂലമായിട്ടെന്നല്ല, സ്വതന്ത്രമായ ഇറാനുമായി ബന്ധം സ്ഥാപിക്കാൻ നിലവിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് അവരുടെ മനസ്സിലെ ചിന്ത എന്നല്ല, ഭരണകൂടത്തിൻ്റെ ആശങ്കയല്ല, മറിച്ച് ട്രംപിനെയും അമേരിക്കയെയും ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഇനിയുമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ ഉപരോധം വിജയിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണ്. മറ്റു രാജ്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്നു. റഷ്യയെ തൽക്കാലം മാറ്റി നിർത്തുന്നു, ചൈനയെ മാറ്റി നിർത്തുന്നു, ഭാരതത്തെ മാറ്റി നിർത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ നിലവിൽ ആരാണ് താങ്ങി നിർത്തുന്നതെന്ന് ചോദിച്ചാൽ ചൈനയാണെന്ന് പൊതുവെ പറയാമെങ്കിലും ചൈനീസ് പണം നേരിട്ട് ഇറാനിൽ എത്തുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു ഇന്റർമീഡിയറി വർക്ക് ചെയ്യുന്നു. ആ ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഇന്റർലക്യൂട്ടർ അല്ലെങ്കിൽ ഇടനില വഹിക്കുന്നത് പല ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. ഈ ധനകാര്യ സ്ഥാപനങ്ങൾ സിംഹഭാഗവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ പ്രധാനപ്പെട്ട ഒരു എമിറേറ്റായ ദുബായ് കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകളാണ്. ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ ബാങ്കുകൾ, ഈ ബാങ്കുകൾക്ക് ഇറാനിയൻ ബാങ്കുകളുമായി ബന്ധമുണ്ട്. IRGC നിയന്ത്രിക്കുന്ന ബാങ്കുകളുമായി ബന്ധമുണ്ട്. ഈ ബാങ്കുകൾ പലതും ഷോഡി ആക്ട്സ് ആണ്.
അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും സുതാര്യമല്ല എന്ന ആക്ഷേപം അമേരിക്കയ്ക്കുണ്ട്. ദുബായിയുമായിട്ട് നല്ല ബന്ധമായതുകൊണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു കോൺഫെഡറേഷൻ അല്ലേ, ഇപ്പോൾ ഓരോ എമിറേറ്റും പൂർണ്ണമായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വതന്ത്രമാണ്. പക്ഷെ ഒരു ഏകദേശ ധാരണ എന്ന നിലയിൽ ഈ 5-6 എമിറേറ്റുകൾ ചേർന്ന് ഒരു കോമൺ ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രീതിയിൽ യുണൈറ്റഡ് ആയി നിൽക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ദുബായിയുടേതായ ചില സമ്മർദ്ദങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അവർക്ക് റിസോഴ്സസ് അബുദാബിയുടെ ഇതുപോലെ ഓയിൽ റിസർവ്സ് ഇല്ല, അല്ലെങ്കിൽ പരിമിതമാണ്. അതുകൊണ്ട് അവർക്ക് എന്താണുള്ളത്? ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ, ടൂറിസം, ഇതിനെല്ലാം പുറമെ ഫ്രീ പോർട്ട്. ലോകത്ത് എവിടെയെല്ലാമുള്ള കാര്യങ്ങളും ദുബായിൽ കൊണ്ടുവരാം, വിൽക്കാം. അതൊരു വിപണനശാലയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രീ പോർട്ടാണ്. ഇവിടെ നിന്നും ലോകത്തെല്ലായിടത്തു നിന്നും ആളുകൾക്ക് വരാം, താമസിക്കാം, ഉല്ലസിക്കാം. ലിബറലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു മാർക്കറ്റ് എന്ന നിലയിൽ ദുബായ് ലോകത്തെ ഒരു മാതൃക ഒരു പ്രദേശമാണ്. ഇപ്പോൾ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥ, അതാണ് ദുബായിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അവിടെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇപ്പം ഇറാനിൽ നിന്നുമുള്ള എണ്ണ ചൈനയ്ക്ക് വിൽക്കുമ്പോൾ ഈ ചൈനീസ് പണം പലപ്പോഴും എത്തുന്നത് ദുബായിലെ ബാങ്കുകളിലാണ്, ധനകാര്യ സ്ഥാപനങ്ങളിലാണ്. അവരത് ഇറാനിലേക്ക് റൂട്ട് ചെയ്യുന്നു. അപ്പം എങ്ങനെയും അമേരിക്കയുടെ ഉപരോധത്തെ മറികടക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ, ബാങ്കിങ് സെക്ടറിലെ നീക്കങ്ങളെ, പണനീക്കത്തെ മറികടക്കാൻ സഹായിക്കുന്നത് UAE ദുബായിയാണ്. അവിടെയാണ് അമേരിക്ക പിടിമുറുക്കിയിരിക്കുന്നത്. UAE അമേരിക്ക ശക്തമായി കൽപ്പിച്ചിരിക്കുകയാണ്, ഒരു രീതിയിലും ഇറാനുമായി ഇടപാടുകൾ വേണ്ട. കഴിഞ്ഞ ആഴ്ച യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ 2 ഇറാനിയൻ മിസൈലുകൾ വന്നു. അത് രണ്ടും കടലിൽ തന്നെയാണ് പതിച്ചത്. ഒരു നാശനഷ്ടം ഉണ്ടായില്ല. ഈ ആക്രമണം തുടങ്ങിയതിൻ്റെ ആദ്യ ആഴ്ചകൾ, ഫെബ്രുവരി 28 ആക്രമണത്തിന് ശേഷം മാർച്ച് മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള 1-1.5 ആഴ്ച സമയം നിരന്തരമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ പല നഗരങ്ങളിലും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ചില എണ്ണ സംഭരണശാലകൾക്ക് നേരെ പോലും, തുറമുഖങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. എന്തിന്? ഫ്യുജൈറ വരെ, അങ്ങകലെ കിഴക്ക് മാറിക്കിടക്കുന്ന ഫ്യുജൈറയിലേക്ക് പോലും ആക്രമണമുണ്ടായി. വിമാനത്താവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഇതൊക്കെ സംഭവിച്ചു. പക്ഷെ അതിനുശേഷം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ വെറുതെ വിടുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഈ ആക്രമണം പുനരാരംഭിച്ചു. കാരണം ഈ ദുബായ് ഫാക്ടർ അവിടെ കിടക്കുന്നു, അതുകൊണ്ടാവണം. മാത്രമല്ല UAE അത്ര നല്ല രസത്തിലല്ല ഇറാൻ. പ്രധാനപ്പെട്ട കാരണം UAE സുരക്ഷാ പാരഡൈമിൽ ഇസ്രയേലിന് വലിയ പങ്കുണ്ട്. ഇസ്രയേലിൻ്റെ അയൺ ഡോമിൻ്റെ ഒരു ജൂനിയർ പതിപ്പ് എമിറാറ്റുകളുടെ സംരക്ഷണത്തിനായി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എയർ ഡിഫൻസ് സംവിധാനമാണ്. അത് അവരുടെ റൈറ്റാണ്. അത് UAE അവകാശത്തിൽപ്പെടുന്ന കാര്യമാണ്. ആരിൽ നിന്ന് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വാങ്ങണം, ആരുടെ സുരക്ഷാ കവചം തങ്ങൾ സ്വീകരിക്കണം എന്നത് ഓരോ പരമാധികാര രാജ്യത്തിൻ്റെയും അവകാശമാണ്. അത് ആരുടെയും സ്വീകരിക്കാം, അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ ഇറാൻ സംശയദൃഷ്ടിയോടെ നോക്കി. പക്ഷേ ദുബായ് എന്ന പ്രദേശത്തെ പിണക്കാനാവില്ല, അവിടുത്തെ എമീറിനെ പിണക്കാൻ ആവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിർബന്ധം. കാരണം ദുബായ് ഉൾപ്പെടെയുള്ള എമിറേറ്റ്സ് എല്ലാം ചേർന്നുകൊണ്ട് ഇറാനുമായി കാര്യമായ ബന്ധം വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. അതുകൊണ്ട് ഇറാൻ പ്രതികരിച്ചു. എന്താണ് പ്രതികരിച്ചിരിക്കുന്നത്? ഉപരോധത്തിൽ അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളെ തങ്ങൾ ശത്രുവായി കരുതും. ആ ശത്രുക്കളെ ഒരുപക്ഷെ സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമല്ല, അമേരിക്കൻ സേനാ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, അമേരിക്കൻ താവളങ്ങളിൽ മാത്രമല്ല, മറ്റെവിടെ വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാം. അതാണ് ഇറാൻ്റെ നേതൃത്വത്തിൽ നിന്നും വന്നിരിക്കുന്നത്. ഈ ഇറാൻ്റെ IRGC സ്പോക്സ് പേഴ്സൺ, ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ സെക്രട്ടറി, ഇവരെല്ലാം തന്നെ വളരെ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളുമായിട്ടാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുമായി സംവദിച്ചിരിക്കുന്നത്. അതിനർത്ഥം ചില കാര്യങ്ങൾ ഒരു അള മുട്ടിക്കഴിഞ്ഞാൽ ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായി കട്ട് ചെയ്യണം. ഇതാണ് അമേരിക്കയുടെ പ്ലാൻ. അങ്ങനെങ്ങാനും സംഭവിച്ചാൽ പിന്നെ മുൻപിൻ നോക്കേണ്ടതില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ വളരെ അസുഖകരമായ സാഹചര്യങ്ങൾ സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. കാരണം നാളുകളിൽ സംഭവിക്കേണ്ടത് എന്താണ്? ഇപ്പം ചർച്ചകൾ
സമാന്തരമായി നടക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. കാരണം ഇത് ഒരു വശത്ത് ചർച്ചകളുണ്ട്, ചർച്ചകളില്ല എന്ന് ഇറാൻ പറയുമ്പോഴും അമേരിക്ക പറയുന്നു ഇനി ചർച്ചകൾക്ക് ഒരു സാധ്യതയുമില്ല എന്ന് അമേരിക്കയും പറയുന്നു. സമാന്തരമായി ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഒമാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചിരുന്നു. എന്തിന് പാകിസ്ഥാൻ ജനറൽ ആസിം മുനീറുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ചിരുന്നു. ടെലിഫോണിക് കോൺവെർസേഷൻസ് ആണ്. അതിൻ്റെ ഔട്ട്കം അറിയില്ല. പക്ഷേ ഇപ്പോഴും ഇറാനെ മെരുക്കിക്കൊണ്ടുവരാൻ, ഇറാനെ വഴിയെ കൊണ്ടുവരാൻ, ഇറാനെ ഒരുപക്ഷെ ചില ടേംസ് ഒക്കെ നിർബന്ധപൂർവ്വം ഹോർമോസ് ഉറപ്പിക്കുന്ന ഉൾപ്പെടെ ടേംസ് അംഗീകരിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ഒമാനിലൂടെ അമേരിക്കയും ശ്രമിക്കുന്നുണ്ട്. ഒമാൻ ഇപ്പോൾ 2 വള്ളത്തിലും കാല് വെച്ചിരിക്കുകയാണ്. പൂർണ്ണമായി അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്ന് പറയാനാവില്ല. ഇറാനുമായി സൗഹൃദം പുലർത്തുന്നു. ഇറാനും ഒമാനും തമ്മിലുള്ളൊരു കരാർ ഉണ്ടായി എന്നാണ്. അത് പുറത്ത് പറയാൻ 2 രാജ്യങ്ങളും തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു കരാർ ജോയിൻ്റായി പ്രഖ്യാപിക്കുന്നതിൽ നിന്നും അമേരിക്ക ഒരുപക്ഷെ ഒമാനെ തടയുന്നുണ്ടാവാം. ഇറാൻ ഒരുപക്ഷെ അത് പ്രഖ്യാപിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒമാൻ്റെയും കൂടി സംയുക്ത പ്രസ്താവന വന്നില്ലെങ്കിൽ ആ കരാറിന് പ്രാബല്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കരാറിലെത്തിയെങ്കിലും ഹോർമോസ് സംബന്ധിച്ച കാര്യങ്ങളാണ്, അതിലെയുള്ള കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സുഗമമായി പോകണം. അവിടെയാണ് ഇപ്പോഴും ചില പിടുത്തങ്ങൾ, പുറമേ നിന്നുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ. അവിടെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ അമേരിക്കയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്വന്തമായ സുരക്ഷാ കവചം ഒരുക്കാൻ തയ്യാറാണെങ്കിൽ തങ്ങൾ ഒരു രീതിയിലും ഒരു ഭീഷണിയാവില്ല എന്ന രീതിയിലാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് പരസ്യമായി ഗൾഫ് രാജ്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡ് വെക്കാനാവില്ല. അമേരിക്കയോട് നിങ്ങൾ മാറി നിൽക്കണം, ഞങ്ങളുടെ സുരക്ഷാ കാര്യങ്ങൾ ഞങ്ങൾ പ്രാദേശികമായി ലോക്കൽ സെക്യൂരിറ്റി, റീജിയണൽ സെക്യൂരിറ്റി തങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള ഒരു കേപ്പബിലിറ്റി, കരുത്തില്ല. ഈ കരുത്തില്ലാത്തതിൻ്റെ പ്രധാന കാരണം അതുകൂടി സ്നേഹമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കണം. ശതകോടികളുടെയാണ്, അല്ലെങ്കിൽ ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് വർത്ത് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് നടന്നിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ പണമാണ് അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിൽ, അമേരിക്കൻ ഓഹരി വിപണിയിൽ, അമേരിക്കൻ സെക്യൂരിറ്റീസിൽ, അമേരിക്കൻ മണി മാർക്കറ്റിൽ, ഗോൾഡിൽ എല്ലാം വൻപൻ നിക്ഷേപമാണ് നടന്നിട്ടുള്ളത്. ഈ ഗൾഫ് രാജ്യങ്ങളുടെ വെൽത്തിൻ്റെ പെട്രോ ഡോളേഴ്സാണ്, ഓയിൽ വിറ്റ് കിട്ടുന്ന പണമാണ്, ക്രൂഡ് ഓയിൽ വിറ്റ് ലഭിക്കുന്ന വൻപൻ സമ്പത്ത് വ്യക്തികളുടെ ഉണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉണ്ട്, ബാങ്കുകളുടെ ഉണ്ട്, രാജ്യത്തിൻ്റെതുണ്ട്, റോയൽ ഫാമിലീസ്, എമീറുമാരുടെ, ഷെയ്ഖുമാരുടെ, രാജാക്കന്മാരുടെ, പ്രഭുക്കന്മാരുടെ, അല്ലെങ്കിൽ ആവതുള്ള അറബികളുടെ വെൽത്തിൻ്റെ നല്ലൊരു പങ്ക് അമേരിക്കയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഓഹരി വിപണികളിൽ ഉയർന്നു നിൽക്കുന്നത്, ഡൗ ജോൺസ് ഉയർന്നു നിൽക്കുന്നതിന് പിന്നിൽ ഗൾഫിൽ നിന്നുള്ള നിക്ഷേപമുണ്ട്. പല പെൻഷൻ ഫണ്ടുകൾ ഇതെല്ലാം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്യൂരിറ്റീസ്, ഈ സുരക്ഷ, ഇതെല്ലാം സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അത് ബോണ്ടുകൾ വരും, ഡിബഞ്ചേഴ്സ് വരും, ഷെയറുകൾ വരും, മറ്റു കാര്യങ്ങൾ വരും. അപ്പോൾ എവിടെയെല്ലാം നിക്ഷേപിക്കാമോ ഇതെല്ലാം പാശ്ചാത്യ ലോകത്താണ്. യൂറോപ്പിലുമുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, മണി മാർക്കറ്റുകളിലുണ്ട്. എല്ലായിടത്തും ഗൾഫ് രാജ്യങ്ങളുടെ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപം എങ്ങനെ തുടരണം, ഇതാര് തീരുമാനിക്കണം? പരമാധികാരമുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് തീരുമാനിക്കാം. ഈ നിക്ഷേപം പിൻവലിക്കുന്നവർക്ക് നഷ്ടമാണ്. ഓഹരി വിപണി കൂപ്പുകുത്തും. ഈ നിക്ഷേപം ഒറ്റയടിക്കൊന്നും പിൻവലിക്കില്ല. അത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ആയിരിക്കും ഒറ്റയടിക്ക് ഈ വൻപൻ നിക്ഷേപമെല്ലാം പിൻവലിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് അസറ്റ് മാനേജിങ് കമ്പനീസ് അമേരിക്കയിൽ സർവൈവ് ചെയ്യുന്നത് വെളിയിൽ നിന്ന് വരുന്ന പണം കൂടി കൊണ്ടാണ്. ആഭ്യന്തരമായി ജനറേറ്റ് ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാരുടെ വെൽത്ത് കൊണ്ടല്ല. അത് മാത്രമല്ല, കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇതൊരു 2 തലയുള്ള വാളാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്താൻ, സമ്മർദ്ദപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് ഇറാൻ പറയുന്നത് ഒരു പാരലൽ ലോകക്രമം വരാനുള്ള സമയമായി. ചൈന ഒന്നും സംസാരിച്ചിട്ടില്ല. ഇന്ത്യയും റഷ്യയും ചൈനയും ഒന്നും കമാന്ന് രക്ഷ വേണ്ടിയിട്ടില്ല. ഡോളറിനെതിരെ മറ്റൊരു കറൻസി, ബ്രിക്സ് കറൻസി എന്ന രീതിയിൽ ഒരു വലിയ സംസാരമുണ്ടായിരുന്നു. ഇന്ത്യ അതിനോട് പച്ചക്കൊടി കാട്ടിയില്ല എന്നതുകൊണ്ടാണ് ബ്രിക്സ് കറൻസി, ഡോളറിനെതിരെ മറ്റൊരു ഫിനാൻഷ്യൽ റെജിമൻ അല്ലെങ്കിൽ ഒരു കറൻസി റെജിമൻ ഉണ്ടാവുകയാണ്. ആ ഒരു സാധ്യത ഇപ്പോൾ ഒരുപക്ഷെ ലോകം സൈലൻ്റായി സംസാരിക്കുന്നുണ്ടാകാം. ഇപ്പോൾ അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെ ചിന്തിക്കണം, തങ്ങൾ ആരോട് കച്ചവടം നടത്തണം, ആരുമായി ഇടപെടണം. ഇറാൻ ഒരു ഉദാഹരണം മാത്രമാണ്.
ഇപ്പോൾ പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആരും ബുദ്ധിഹീനരൊന്നുമല്ല, എല്ലാവരും ചിന്തിക്കാൻ കഴിയുന്നവർ തന്നെയാണ്. അമേരിക്കയ്ക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ചിന്തിക്കാൻ കഴിയും. അവർക്കെല്ലാം അറിയാം, ഇന്ന് ഇറാനെ പിടിച്ചു, നാളെ മറ്റൊരു രാജ്യം വെനിസ്വേലയെ നേരെയും കീഴടക്കി അവരുടെ നേതാവിനെയും കൊണ്ടങ്ങ് പോയി വിചാരണ ചെയ്യുകയാണ്. ഇപ്പം ഈ രീതിയിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് യാതൊരു ഗ്രൂപ്പുമില്ലാതെ അമേരിക്ക നിയന്ത്രിക്കുന്ന എല്ലാ ക്രമവും, സൈനിക ക്രമം, സാമ്പത്തിക ക്രമം, വ്യാപാര ക്രമം, ട്രംപിൻ്റെ ട്രേഡ് വാർ, അത് കൂടുതൽ വിശദീകരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം തന്നെ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? അപ്പം ലോകം മടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുമെന്നതാണ് ഇറാൻ്റെ ഒരു ഗെയിം പ്ലാൻ. അപ്പോൾ എത്രത്തോളം പോകും എന്ന് വാച്ച് ചെയ്യുകയാണ്. ഇതിൽ കൂടുതൽ ഉപരോധം കൊണ്ടൊന്നും കൂടുതലായിട്ടൊന്നും വരാനില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാരണം പ്രാക്ടിക്കലി 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നാളിതുവരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപരോധത്തിലായിരുന്നു. അപ്പോൾ ഉപരോധമൊന്നും പുത്തരിയല്ല, സമാന്തരമായ ഒരു വിപണന സംവിധാനം ഇറാൻ എക്കാലത്തും ഉണ്ടായിരുന്നു. ആ സമാന്തര സംവിധാനമാണ് ഷാഡോ ഫ്ലീറ്റുകൾ, അല്ലെങ്കിൽ ഈ ബോഗസ് കപ്പലുകൾ, അതുപോലെ തന്നെ മണി ഇടപാടുകൾ, അല്ലെങ്കിൽ ഷെൽ കമ്പനികൾ, ഇറാൻ അനുകൂല കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയുള്ള ഷെൽ കമ്പനികൾ നൂറുകണക്കിനാണ് ഗൾഫിലെ പല രാജ്യങ്ങളിൽ പ്രവർത്തിച്ച, പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദുബായിൽ. അങ്ങനെയുള്ള ഷെൽ കമ്പനികളിലേക്ക് അമേരിക്കൻ പിടി വീഴുമോ? അതിനോട് UAE, പ്രത്യേകിച്ച് ദുബായ് ഭരണകൂടം എങ്ങനെയാവും പ്രതികരിക്കുന്നത്? ഈ പ്രതികരണങ്ങൾ ഒരുപക്ഷെ ഉച്ചത്തിലായിരിക്കില്ല. ഇപ്പോൾ ഒരു പ്രതികരണമായിരിക്കും, അല്ലെങ്കിൽ മ്യൂട്ടഡ് റെസ്പോൺസ് ആയിരിക്കും. പക്ഷേ റെസ്പോൺസ് ഇരിക്കും എന്ന് വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഉപരോധം കൂടുതൽ കടുപ്പിക്കുകയാണെങ്കിൽ 2 ഫലങ്ങൾ ഉണ്ടാവാം. ഒന്ന്, അളമുട്ടിക്കഴിയുമ്പോൾ ഇറാൻ സൈനികമായി ഈ കേന്ദ്രങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മുതിർന്നേക്കാം. അപ്പോൾ വീണ്ടും സൈനികമായി കൂടുതൽ ഇടപെടൽ വേണ്ടി വന്നേക്കാം, അമേരിക്കയുടെ തന്നെ ഇടപെടൽ വേണ്ടി വന്നേക്കാം. നാളിതുവരെ ഒരു ഗൾഫ് രാജ്യവും തങ്ങളുടെ സൈന്യങ്ങളെയോ തങ്ങളുടെ എയർഫോഴ്സിനെയോ തങ്ങളുടെ മിസൈലുകളെയോ ഇറാന് നേരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഓർക്കണം. അമേരിക്ക മാത്രമാണ് ചെയ്തിരിക്കുന്നത്, ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളെ കൂടി ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അതുമാത്രമല്ല, ഇത് തുടരുകയാണ്. നിരന്തരം മിസൈലുകൾ അയച്ചിട്ട് ഗൾഫ് രാജ്യങ്ങൾ അത് ഇൻഡിസ്ക്രിമിനേറ്റഡ്ലി ഉപയോഗിക്കാൻ ശ്രമം നടത്തുകയാണെങ്കിൽ, കാരണം പരമാവധി സമ്മർദ്ദം ചെലുത്തിയാൽ, അതല്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെ വന്നാൽ എന്താവും ഫലം? ആ മേഖലയിൽ അതിഭീകരമായ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവില്ലേ? അതുമാത്രമല്ല, ഇത് കൈവിട്ട് പോകുന്നു എന്ന് തോന്നിയാൽ ഇപ്പൊ തന്നെ ചൈന പറഞ്ഞല്ലോ, പരസ്യ നിലപാടാണ് എടുത്തത്. ഇങ്ങനെ ഈ കാടൻ ഉപരോധത്തോടെ തങ്ങൾ യോജിക്കുന്നില്ല എന്ന് ചൈന വ്യക്തമായി പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യാവുന്നത് ചെയ്തോളൂ, ഞങ്ങൾ ഇറാനുമായി ഇടപെടും, ഇറാനുമായി കച്ചവടം നടത്തും, തങ്ങളുടെ ബാങ്കുകൾ ഇടപെടും, ധനകാര്യ സ്ഥാപനങ്ങൾ ഇടപെടും, ഗവൺമെൻറ് ഇടപെടും, എണ്ണ വാങ്ങും, വിൽക്കും, പണം കൊടുക്കും, നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്ന് ചൈന ചങ്കൂറ്റത്തോടെ പറഞ്ഞു. മറ്റ് രാജ്യങ്ങൾ ഒന്നൊന്നായി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോർജിയയുടെ ഭാഗത്തു നിന്ന് ഈ ഉപരോധത്തിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒന്നൊന്നായി രാജ്യങ്ങൾ ഈ ഉപരോധം തങ്ങളുടെ ഉപരോധമല്ല, ഇത് അമേരിക്കയുടെ മാത്രം താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ there will be a divide in the world. ഇപ്പോൾ അമേരിക്കയെ പേടിച്ച് എല്ലാവരും മിണ്ടാതെ ഇരിക്കുന്നു. അപ്പം നാളുകളിൽ ഈ ഉപരോധം മറ്റൊരു രൂപത്തിലേക്ക്, അമേരിക്കയ്ക്കെതിരെ തന്നെയുള്ള പ്രതിഷേധത്തിലേക്ക്, അമേരിക്ക കൂടുതൽ ഒറ്റപ്പെടുന്നതിലേക്ക് എത്തി നിൽക്കുമെന്നാണ് ഇറാൻ്റെ പ്രതീക്ഷ. അമേരിക്കയുടെ പ്രതീക്ഷ നേരെ മറുപക്ഷത്താണ്. ഉപരോധം കൊണ്ട്, യുദ്ധം കൊണ്ട് പരാജയപ്പെടുത്താനാവാത്ത ഇറാനെ ഉപരോധം കൊണ്ട് പൂർണ്ണമായി കൊമ്പ് കുത്തിക്കാം എന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ഉപരോധം ഇതെന്തെങ്കിലും സംഭവിക്കുക എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഉപരോധത്തിൻ്റെ ഫലങ്ങൾ പെട്ടെന്ന് തന്നെ അനുഭവപ്പെടും. അമേരിക്ക പറയുന്നത് പോലെയാണ് ഉപരോധമെങ്കിൽ ഇറാനിലേക്ക് പണമെത്തില്ല, ഇറാൻ്റെ എണ്ണ ഒരു തുള്ളി പോലും പുറത്തേക്ക് കൊണ്ടുപോകാനാവില്ല. ഇറാൻ പറയുന്നു, ഞങ്ങളുടെ എണ്ണ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഒരു രാജ്യത്തിൻ്റെയും എണ്ണ ചെങ്കടൽ കടന്ന് ബാബൽ മന്ദേബിലൂടെയും പുറത്തു പോകില്ല, പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമൂസിലൂടെയും പുറത്തു പോകില്ല, ഒരു തുള്ളി എണ്ണ പുറത്തു പോകില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്തിൻ്റെ എണ്ണ കടത്തിൻ്റെ 20% ഹോർമോസ് വഴിയാണ്, ലോകത്തിൻ്റെ ആകമാന വ്യാപാരത്തിൻ്റെ മറ്റൊരു 20% ചെങ്കടൽ വഴിയാണ്. ഇത് രണ്ടും ബ്ലോക്ക്ഡ് ആകട്ടെ. ഹൂതികൾ ഉപയോഗിച്ച് ചെങ്കടലും ഇറാൻ നേരിട്ട് പേർഷ്യൻ ഗൾഫും പൂർണ്ണമായി ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തിയാൽ എല്ലാവരും കുടുങ്ങും. ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ വലിയ സമ്മർദ്ദത്തിലാവും. നമ്മുടെ ആളുകൾ, പ്രവാസികൾ ഉൾപ്പെടെ വലിയ സമ്മർദ്ദത്തിലാകും. ആ രീതിയിലേക്കാണ് അമേരിക്ക യുദ്ധത്തെ കൊണ്ടുപോകുന്നതെങ്കിൽ, സാമ്പത്തിക പോരാട്ടത്തെ കൊണ്ടുവരുന്നതെങ്കിൽ അത് ആരോഗ്യപരമല്ല എന്ന് പറയാൻ, രണ്ടും കൽപ്പിച്ചത് പറയാൻ
ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാവുമോ? അതിനോടുള്ള അമേരിക്കയുടെ നിലപാട് എന്താവും? ഇതുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വിശകലനം ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണം വന്നിട്ടില്ല, ഓണം വരുന്നു. ഓണം സമൃദ്ധമായ ഓണം മുൻകൂട്ടി തന്നെ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.